ഹജ്ജിന്റെ സുഗന്ധം അസ്തമിച്ചിട്ടില്ലാത്ത ദുൽഹജ്ജിന്റെ രാവുകളിൽ ഒന്നിൽ നമ്മൾ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഓർക്കാതെ പോകരുത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം അല്ലാഹുമ്മ ബാരിക് അലാ സയ്യിദിനാ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുവേ, ഇബ്രാഹീമിന്റെയും കുടുംബത്തിന്റെയും മേൽ അനുഗ്രഹം ചൊരിഞ്ഞ പോലെ മുഹമ്മദിന്റെയും സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിന്റെയും മേൽ അനുഗ്രഹം ചൊരിയണമേ. കൃഷിയോ തളിരോ ഇല്ലാത്ത മരുപ്പറമ്പിൽ എന്റെ സന്താന പരമ്പരകളിൽപ്പെട്ട ചിലരെ ഞാൻ പോയി പാർപ്പിച്ചു. റബ്ബനാ ലിയുഖീമുസ്സലാ. അല്ലാഹുവേ, ഞങ്ങളുടെ റബ്ബേ, അവർ നമസ്കാരം നിലനിർത്താൻ വേണ്ടി ഫജഅൽ അഫ്ഇദതം മിനന്നാസി തഹ്വി ഇലൈഹിം. അതുകൊണ്ട് ആളുകളുടെ ഹൃദയങ്ങളെ ഞാൻ അവിടെ കൊണ്ടുപോയി വെടിഞ്ഞ എന്റെ മക്കളുടെ നേർക്ക് കാരുണ്യത്തോടെ ചേർത്തി കൊടുക്കണേ തമ്പുരാനെ എന്ന് 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് മനുഷ്യനാഗരികതയുടെ പ്രപിതാമഹനായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന. വർസുഖുഹും മിനത്ത് തമറാത്ത്. അവർക്ക് സകല പഴങ്ങളും നൽകണമേ അല്ലാഹ്. അവർക്ക് സകല പഴങ്ങളും നൽകണമേ, ചൊരിഞ്ഞു നൽകണമേ അല്ലാഹ്. ലഅല്ലഹും യശ്കുറൂൻ. അവർ ശുക്ർ ചെയ്യാൻ, അവർ നന്ദിയുള്ളവരായി തീരാൻ, അവർ നന്ദി കാണിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പാരമ്പര്യത്തെക്കുറിച്ച് ഊറ്റം കൊണ്ടുകൊണ്ട് നമ്മെ അറിയിക്കുകയാണ്. ഇസ്മായിൽ എന്ന കുഞ്ഞിന്റെ ഉന്നതമായ മാതൃക പൂത്തുലയുന്ന ദിവസവും പൂത്തുലയുന്ന ചരിത്രവും ഇതിന്റെ ഭാഗമാണ്. ഇസ്മായിൽ എന്ന കുഞ്ഞ് കാലിട്ടടിച്ചപ്പോൾ അവിടെ കിളിർത്ത സംസമിന്റെ മഹാത്മ്യമാണ്. 2 കുഞ്ഞുങ്ങളാണ് തൊട്ടിലിൽ നിന്ന് സംസാരിച്ചത്. ലോകത്തെത്രയെത്രയോ കുഞ്ഞുങ്ങൾ, അത്ഭുതം കാണിച്ച കുഞ്ഞുങ്ങൾ. ഒരു കുഞ്ഞിന്റെ കാലടിപ്പാടുകളിൽ നിന്ന് സംസം ഉറപൊട്ടി ഒഴുകിയെങ്കിൽ വേറെ 2 കുഞ്ഞുങ്ങൾ തൊട്ടിലിൽ നിന്ന് സംസാരിച്ചുവെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് മറിയമിന്റെ മകനായ ഈസ, ഒന്ന് ജുറൈജിനെ പറ്റി ആരോപിക്കപ്പെട്ട സംഭവത്തിൽപ്പെട്ട കുഞ്ഞ്. അള്ളാഹു സംസാരിക്കാൻ അവസരം നൽകിയപ്പോൾ ആ 2 പേരും സംസാരിച്ചതിനെ ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർത്തു പോവുകയാണ്. ആ ഇസ്മായിൽ എന്ന കുഞ്ഞിന്റെ പാരമ്പര്യത്തിൽ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ധന്യമായ കുടുംബത്തിന്റെ ചരിത്രവും അതിന്റെ പാരമ്പര്യവും അത്യത്ഭുതകരമായിട്ട് നിലകൊള്ളുന്നു. ആ കുടുംബത്തിന്റെ പാരമ്പര്യം എത്രമേൽ ധന്യമെന്ന് ചോദിച്ചാൽ, ഖദീജ റളിയല്ലാഹു അൻഹാ ഒരു ഭാഗത്ത്, ഖദീജ നിനക്ക് ജിബ്രീൽ സലാം അറിയിക്കുന്നുവെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു അൻഹായുടെ സ്ഥാനം ഉന്നതമായ മഹത്വത്തിന്റെ സ്ഥാനം പോലെ. അടുത്ത വീട്ടിലെ ഇറാനിയൻ പേർഷ്യക്കാരൻ വന്നുകൊണ്ട് പുണ്യനബിയെ ഒരു സൽക്കാരത്തിന് ക്ഷണിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് അലൈഹി വസല്ലം. ഖദീജ, ജിബ്രീൽ നിനക്ക് സലാം അറിയിക്കുന്നു. ഖദീജ, സ്വർഗത്തിൽ നിനക്കൊരു പ്രത്യേക വാസസ്ഥാനമുണ്ടെന്നും ജിബ്രീൽ നിന്നെ അറിയിക്കാൻ എന്നെ ചുമതലപ്പെടുത്തുന്നു ഖദീജ എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ സ്ഥിതിയോ, സ്വർഗീയ നാരികളുടെ നായക സ്ഥാനം നിനക്ക് ലഭിക്കുകയും നീ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന പെണ്ണുങ്ങൾക്ക് നേതൃത്വം അണിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നത് നിനക്ക് ഇഷ്ടമല്ലേ മോളെ ഫാത്തിമ എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. ആലോചിച്ചു നോക്കുക സഹോദരന്മാരെ. ഖദീജ, നിനക്ക് ജിബ്രീൽ സലാം അറിയിക്കുന്നു. ഖദീജ റളിയല്ലാഹു തആല അൻഹാ, മോളെ സ്വർഗീയ നാരികളുടെ നായക സ്ഥാനം നിനക്ക് ഇഷ്ടമല്ലേ ഫാത്തിമ
എന്ന് മകളോട്, പത്നിയോടാകട്ടെ ജിബ്രീൽ നിനക്ക് സലാം അറിയിക്കുന്നു. ഈ ഫാത്തിമയുടെ മക്കളായ ഹസൻ ഹുസൈനോ സയ്യിദൈ ശുബാബി അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിലെ യുവസമൂഹത്തിന്റെ നേതാക്കളാണവർ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലസൗഫ യുഅ്തീക റബ്ബുക ഫതർദാ, നബിയെ അങ്ങേക്ക് റബ്ബ് നൽകുക തന്നെ ചെയ്യും, അങ്ങ് തൃപ്തിപ്പെടുക തന്നെ ചെയ്യും. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അരുളി ചെയ്യുകയാണ്, ഓരോ നബിയും തന്റെ ഗത്യന്തരമില്ലാത്ത ഘട്ടത്തിൽ ഒരു ദുആ പ്രാർത്ഥിച്ചു. ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനന്നാസ് ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി. അല്ലാഹുവേ, ഈ അല്ലാഹുവല്ലാതെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹ സമൂഹങ്ങൾ, അതെല്ലാം ഒരുപാട് ജനങ്ങൾക്ക് മാർഗഭ്രംശം, ദുർമാർഗം നൽകി റബ്ബേ. എത്രയോ ആളുകളെ വഴിതെറ്റിച്ചു റബ്ബേ. ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി, എന്നെ വല്ലവരും പിൻപറ്റുന്നുവെങ്കിൽ അവരെന്നിൽപ്പെട്ടവരാണെന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചുവെന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈസാ നബിയോ പ്രാർത്ഥിച്ചു, ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക ഫഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. അല്ലാഹുവേ, നീ ഇവരെ ശിക്ഷിക്കുന്നുവെങ്കിൽ അവർ നിന്റെ ദാസന്മാരാണെന്ന് ഈസാ നബി തന്റെ ജനതയെക്കുറിച്ച് അല്ലാഹുവിനോട് വേവലാതിയോടെ പറഞ്ഞുപോയി. ഫഇൻ തഗ്ഫിർ ലഹും, എന്റെ ഈ ജനത്തിന് നീ പുറത്തു കൊടുത്താലോ, ഫഇന്നക അൻതൽ അസീസുൽ ഹകീം, നീ സർവശക്തനും സർവനയജ്ഞനുമാണ് റബ്ബേ, തത്വജ്ഞനുമാണ് റബ്ബേ. പുറത്തു കൊടുത്താൽ ഉത്തമം റബ്ബേ, നീ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ അടിയാറുകളാണ് റബ്ബേ. ഇങ്ങനെ ഇബ്രാഹിം തന്റെ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഈസയും തന്റെ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അലൈഹിമുസ് സ്വലവാത്തു വത്തസ്ലീമാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയുകയും 2-3 വട്ടം ആവർത്തിച്ച് പറയുകയും ചെയ്തു, അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹുവേ എന്റെ സമുദായമേ, അല്ലാഹുവേ എന്റെ സമൂഹം, എന്റെ സമൂഹം, എന്റെ സമൂഹം. ഇബ്രാഹിം പ്രാർത്ഥിച്ചു തന്റെ ജനതയ്ക്ക് വേണ്ടി, ഈസ പ്രാർത്ഥിച്ചു തന്റെ ജനതയ്ക്ക് വേണ്ടി. അംർ ഇബ്നുൽ ആസ് പറയുകയാണ്, അങ്ങനെ അല്ലാഹുവിന്റെ റസൂല് ഉമ്മത്തിനെ ഓർത്ത് വിലപിച്ചപ്പോൾ അല്ലാഹു ജിബ്രീലിനെ പുണ്യസന്നിധിയിലേക്ക് നിയോഗിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ വന്നുകൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് വിഷമിക്കരുത്, അങ്ങ് പ്രയാസപ്പെടരുത്, അങ്ങേ അല്ലാഹു കൈവടിയുകയില്ല, അല്ലാഹുവിനെല്ലാം അറിയാം. വറബ്ബുക അഅലം, നിങ്ങളുടെ റബ്ബിനറിയാം നബിയെ, അതുകൊണ്ട് പ്രയാസപ്പെടരുതേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ദുഃഖിക്കരുതേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടൻ തന്നെ ജിബ്രീലിനോട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുന്നു, എന്താണത്? അല്ലാഹു അറിയാമെന്ന് ജിബ്രീലേ നിങ്ങൾ പറഞ്ഞതെന്താണ്? ഉടൻ തന്നെ ജിബ്രീൽ പരിശുദ്ധ റസൂലിനെ അറിയിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ, നിങ്ങളുടെ ഉമ്മത്തിന്റെ കാര്യത്തിൽ അല്ലാഹു നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തരുമെന്ന് മാത്രമല്ല, അല്ലാഹു ഒരിക്കലും നിങ്ങളെ വിഷമിപ്പിക്കുകയില്ല യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വലസൗഫ യുഅ്തീക റബ്ബുക ഫതർദാ, നബിയെ, അല്ലാഹു നിങ്ങൾക്ക് തരികയും അല്ലാഹു ധാരാളമായി അങ്ങേക്ക് പ്രദാനം ചെയ്യുകയും അല്ലാഹു താങ്കളെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യുമെന്ന് പരിശുദ്ധ മുസ്തഫ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ഒരു വിഷയമേ ചർച്ചയില്ല. ഈ കാലഘട്ടത്തിന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ഓർത്തുകൊണ്ട് നമ്മൾ തിരിഞ്ഞു നോക്കുന്നത് പരിശുദ്ധ നബിയുടെ സന്നിധിയിലേക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരേ ഒരു വ്യക്തിത്വത്തിന്റെ മഹാത്മ്യത്തെ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന സദസ്സ്, ഒരേ ഒരു നാമത്തിന്റെ അലങ്കാരത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ട സദസ്സ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദി വനബിയ്യി മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബിഹിൽ മുമജ്ജദി. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദി വനബിയ്യി മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബിഹിൽ മുമജ്ജദി. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ
സയ്യിദി വ നബിയ്യി മുഹമ്മദി. ഈ സലാത്ത് ചൊല്ലിക്കൊണ്ടാണ് 3 കൊല്ലം മുമ്പ് ഈ സദസ്സ് പിരിഞ്ഞത്. അവസാനം സദസ്സ് എഴുന്നേറ്റ് നിന്നു, പോകാൻ വേണ്ടി തീരുമാനിച്ചു. സദസ്സ് പിരിഞ്ഞു. അത്താഴത്തിന് അല്പം സമയമേ ബാക്കിയുള്ളൂ. വന്നവർ ഓർക്കുന്നുണ്ടാകും, പക്ഷേ വന്നവരിൽ ആരൊക്കെയോ പരലോകത്തേക്ക് യാത്ര ചെയ്തു പോയിരിക്കുന്നു. ഈ വിനീതൻ അറിയുന്ന ഓർക്കുന്ന എത്രയോ മുഖങ്ങളുണ്ട്. ഇവനും നിങ്ങൾ ഓർക്കുന്ന എത്രയെത്രയോ മുഖങ്ങളുണ്ട്. നമ്മൾ അറിയാതെ കിടക്കുന്ന എത്രയെത്രയോ മുഖങ്ങളുണ്ട്. ആ സലാത്തുകളുമായി അവർ ഭാണ്ഡവും കെട്ടിയിട്ട് ഖബറിലേക്ക് യാത്രയായി. അതുകൊണ്ട് ഇതൊക്കെ പരലോകത്തിന്റെ നിയ്യത്തിൽ നിർത്താൻ ശ്രമിക്കണം. ഭൗതികമായ കാര്യങ്ങളെ അപ്പുറത്ത് വിട്ടേച്ചിട്ട് ഇവിടെ വന്നിരിക്കണം. ആത്മാവ് യാത്ര ചെയ്തു പോകണം. അതിനാണ് നമ്മൾ തുടങ്ങിയത് തന്നെ. മർഹബാ സല്ലി അലാ അസ്തം സനാ ഖാനേ റസൂൽ. പരിശുദ്ധ നബിയുടെ പ്രകീർത്തനത്തിന്റെ ആത്മാവിലേക്ക് പ്രവേശിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് തിരുമദ്ഹിന്റെ സദസ്സ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പുണ്യ നബിയുടെ അപദാനങ്ങൾ പൂക്കുന്ന സദസ്സ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അധർമ്മത്തെ ചെറുക്കാനുള്ള ഉന്നതമായ പ്രകാശ ശക്തിയെ നെഞ്ചത്ത് കുത്തി നിറക്കുന്ന സദസ്സ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഉന്നതമായ അനുഗ്രഹത്തെ ഉന്നതമായ ജീവിതത്തിന്റെ അനുഭൂതിയാക്കിയിട്ട് കാത്ത് സൂക്ഷിക്കുന്ന സദസ്സ്. ഇത് ഈ ഭൂലോകത്തിന്റെ ഫിത്ന ഫസാദുകൾക്കിടയിൽ ജീവിക്കുമ്പോൾ ഹിദായത്തിന്റെ ഒരാലംബത്തെ മുറുകെ പിടിക്കാനുള്ള മരുന്ന് നൽകുന്ന സദസ്സ്. ആ മരുന്ന് നമ്മളല്ല നൽകുന്നത്, അല്ലാഹു നൽകേണ്ടതാണ്. മരുന്ന് പരിശുദ്ധ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയുടെ പുണ്യമേറിയ സലാത്ത് മാത്രമാണ്. ഇഷ്ക് ഗം ദിൻ രാത്ത് പീന. രാവും പകലും കുടിക്കേണ്ടത് ആ സ്നേഹമാണ്, പുണ്യ നബിയുടെ സ്നേഹമാണ്. അഷ്ക് ഗം ദിൻ രാത്ത് പീന. ഇഷ്ക് ഗം ദിൻ രാത്ത് പീന. ഇസ് തമന്നാ മേ ഹെ ജീന. അൽ മദീന ചൽ മദീന. മദീനയിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്നവന്റെ ആത്മാവ് സ്നേഹത്തിന്റെ മധുപാനം ചെയ്യേണ്ടതാണ്. അല്ലാഹുവേ, ഞങ്ങളെ പരിശുദ്ധ മക്കയിലും മദീനയിലും എത്തിച്ചു നൽകണമേ അല്ലാഹ്. ഇവിടത്തെ ഒരു ദുആ കൊണ്ട് മക്കയുടെ കഅബ ശരീഫിന്റെ വലയം വെക്കാനും പുണ്യമദീനയിൽ പുണ്യപാദങ്ങളിൽ ചെന്ന് നിൽക്കാനും ആഗ്രഹിക്കാത്ത ആണുങ്ങളുണ്ടോ, പെണ്ണുങ്ങളുണ്ടോ, ഉമ്മ പെങ്ങന്മാരുണ്ടോ, ഇക്കാക്ക കാരണവന്മാരുണ്ടോ? അതുകൊണ്ട് കൽബിനെ ഒരു ദുആയുടെ ഒരു നിയ്യത്തിൽ നിർത്തുക സഹോദരന്മാരെ. സലാത്തിന്റെ ഒരു അടിസ്ഥാനത്തിൽ നിർത്തുക. ഇഷ്ക് ഗം ദിൻ രാത്ത് പീന. അഷ്ക് ഗം ദിൻ രാത്ത് പീന. ദുഃഖത്തിന്റെ സ്നേഹം രാവും പകലും പാനം ചെയ്യണം. ദുഃഖത്തിന്റെ കണ്ണീര് രാവും പകലും കുടിക്കണം. ഇസ് തമന്നാ മേ ഹെ ജീന. ഈ ഒരേ ഒരാഗ്രഹത്തിൽ ജീവിക്കണം. അൽ മദീന ചൽ മദീന. ആജ് നഹീ തോ കൽ മദീന. ഇന്നല്ലെങ്കിൽ നാളെ പുണ്യ മദീനയിൽ എത്തിച്ചേരേണ്ടതാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ആ സലാത്തിന്റെ ഇടയിൽ ഒരൊറ്റ മിനിറ്റ് ദർ തുമ്ഹാരെ പാക്ക് കർദേ മേരായേ ഖാക്കി വജൂദ്. അങ്ങയുടെ അസ്തിത്വം ശുദ്ധീകരിക്കട്ടെ എൻ്റെ ഈ മൺകൂടിന്റെ ശരീരത്തെ. പരിശുദ്ധ റസൂലിന്റെ സലാത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ കറം കെ ആക്കെ പഠുലോ റൂബറൂ തും പർ ദറൂദ്. ദൂരെന്ന് ചൊല്ലുന്ന ഈ സലാത്തിനോടൊപ്പം അങ്ങയുടെ പാദത്തിലെത്തിയിട്ട് നേരിട്ട് മുഖാമുഖം റൗദയിൽ നിന്നിട്ട് സലാത്ത് ചൊല്ലാനും തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സമയത്ത് ബഹുമാനപ്പെട്ടവരെ,
എൻ്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളോടുള്ള ആദരം അതിരറ്റതാണ്, നിങ്ങളോടുള്ള ബഹുമാനം അളവറ്റതാണ്. നിങ്ങളുടെ പാദങ്ങളെ ശിരസിൽ വെച്ചുകൊണ്ടാണ് ഈ വിനീതൻ സംസാരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളാണ് അതിഥികൾ, നിങ്ങളാണ് ഈ സദസ്സിന്റെ വിജയികൾ, നിങ്ങളാണിതിന്റെ മുഴുവൻ നെടുംതൂണുകൾ. നിങ്ങളുടെ ആഗമനമാണ് ഇവിടുത്തെ പുലർകാലം, നിങ്ങളുടെ ആഗമനമാണ് ഇവിടുത്തെ ഉഷസ്സിന്റെ കാലം. അതുകൊണ്ട് ജീവിതത്തിലെ ഒരു പുണ്യമായിട്ട് ഈ സദസ്സിനെ മാറ്റാൻ, ദുആകൾക്ക് ഉത്തരം ലഭിക്കുന്ന മുസ്തജാബു ദഅവാതാക്കിയിട്ട് ഇതിനെ മാറ്റാൻ, ഇവിടുത്തെ ഓരോ പ്രാർത്ഥനയും ഉത്തരം നൽകുന്നതാകാൻ എല്ലാവരും അവനവന്റെ മനസ്സിൽ അവനവൻ എന്താണോ ദുആ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അത് തേടുക. മൗനമായിട്ടിരുന്നിട്ട് അള്ളാഹുവിനോട് തേടുക. രാത്രി പുണ്യ നബിയുടെ തിരുസദസ്സ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സലാത്ത് ദുആക്ക് ഉത്തരം കിട്ടുന്നതിന് ഉപാധിയാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ലല്ലോ, ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ മദീനയിലെ മസ്ജിദിലേക്ക് ഒരാൾ വന്ന് കയറിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു, തന്റെ വേവലാദികൾ അള്ളാഹുവിനോട് പറയുന്നു, പുണ്യ റസൂൽ ഇടപെടുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെന്നുകൊണ്ട് ആ സഹോദരനോട് പറയുന്നു, നീ പ്രാർത്ഥനയുടെ മര്യാദകളിലൂടെ പ്രാർത്ഥിക്ക്. ആദ്യമായിട്ട് അള്ളാഹുവെ സ്തുതിക്ക്, രണ്ടാമതായിട്ട് അവന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ല് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സഹാബി വന്നുകൊണ്ട് നബിയുടെ പിന്നാലെ കൂടിയിട്ട് ചോദിക്കുന്നു, ഞാൻ ആകെ ചൊല്ലുന്നതിന്റെ അങ്ങയുടെ മേലുള്ള സലാത്താക്കട്ടെയോ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറുപടി വരുന്നു, നിന്റെ ഇഷ്ടം പോലെ ചെയ്തുകൊള്ളുക. ആ സഹാബി പിന്നെയും പറയുന്നു, എങ്കിൽ ചൊല്ലുന്നതിന്റെ പകുതിയും സ്വലാത്താക്കട്ടെയോ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. വീണ്ടും പറയുന്നു, നിന്റെ ഇഷ്ടം പോലെ പ്രവർത്തിച്ചു കൊള്ളുക. എന്ന് വെച്ചാൽ അത് മദീന നബി പറഞ്ഞില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ സഹാബി മൂന്നാമത്തെ ചോദ്യത്തിൽ പൂർത്തീകരണത്തിനെന്ന പോലെ ചോദിച്ചു, എങ്കിൽ ഞാൻ ചൊല്ലുന്നത് മുഴുവൻ ഇന്ന് മുതൽ അങ്ങയുടെ മേലുള്ള സലാത്താക്കട്ടെയോ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് മറുപടിയായിട്ട് അവിടുന്ന് മൊഴിഞ്ഞതാണ് മദീനയിലേക്കുള്ള പാത എന്ന പരിപാടിയുടെ സന്ദേശം. എങ്കിൽ അതുവരെ നീ ഇഷ്ടമുള്ളതുപോലെ ചെയ്തോ എന്ന് പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പറഞ്ഞു, എങ്കിൽ നീ ചൊല്ലുന്നത് മുഴുവൻ എൻ്റെ മേലുള്ള സലാത്താക്കാൻ നീ തീരുമാനിച്ചുവെങ്കിൽ എങ്കിൽ അള്ളാഹു നിന്റെ ദോഷങ്ങൾ പുറത്തു തരികയും നിന്റെ ഉദ്ദേശങ്ങൾ അവൻ വീട്ടിത്തരികയും ചെയ്യുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. അതാണ് ഈ ലോകത്ത് ചിന്തിക്കുന്ന ആളുകൾ ആലോചിച്ച് അത്ഭുതപ്പെടേണ്ടതായിട്ടുള്ള ചില പാഠങ്ങളുണ്ട്. ഒരു മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ അവന്റെ കാതിൽ ബാങ്ക് മുഴങ്ങുന്നു, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവിന്റെ പേര് കഴിഞ്ഞാൽ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മനുഷ്യൻ ഈ ഭൂലോകത്ത് നിന്ന് യാത്ര ചെയ്തു പോകുമ്പോ മയ്യിത്ത് നമസ്കാരം അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള ഒരു ഉപാധിയാക്കിയിട്ട് വെച്ചു. ഒന്നാമത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹ, രണ്ടാമത്തെ തക്ബീറിന് ശേഷം ഒറ്റ നമസ്കാരത്തിലുമില്ലാത്ത ഒരു വ്യത്യസ്തമായ ആചാരമാണ് രണ്ടാമത്തെ തക്ബീറിന് ശേഷം സലാത്താണ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. ആ കെയറോഫിൽ കേണം മരിച്ചു കിടക്കുന്ന മയ്യിത്തെ നിനക്ക് അല്ലാഹു പുറത്തു തരാനെന്ന് റബ്ബ് പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് സലാത്ത് ജീവിതത്തിന്റെ വസന്തമേ സലാത്ത്, പാപങ്ങളുടെ മോചനമേ സലാത്ത്, ശിഫയേ സലാത്ത്, കരുത്തേ സലാത്ത്, അഭിമാനമേ സലാത്ത്, ഇരുലോകങ്ങളുടെ വിജയമേ സലാത്ത്. നാളെ ചില ആളുകൾക്ക് സ്വർഗത്തിന്റെ വാതിൽ പിഴച്ചു പോകുമെന്ന് പുണ്യ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് എന്റെ സലാത്ത് മറന്നവരായിരിക്കുമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. ഇനി ഇതിന്റെ പ്രാധാന്യം എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം, നാളെ ചിലർക്ക് എന്നെ കാണാനുള്ള ദൃഷ്ടി നഷ്ടപ്പെടുമെന്ന് പരിശുദ്ധ റസൂൽ. അതുകൊണ്ട് സലാത്ത് ഈ ഉമ്മത്തിന്റെ ജീവവായുവായിരിക്കട്ടെ. അല്ലാഹു തആല അതിനെ മുറുകെ പിടിച്ച് ജീവിക്കാനും മരിക്കാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എനിക്ക് വലിയ എൻ്റെ ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും അഭിമാനവും അല്ലാഹു തആലയോട് അങ്ങേയറ്റം ശുക്റും നന്ദിയും സ്തുതിയും തോന്നുന്ന ഒരു നിമിഷം ഏതോ ഒരു സഹോദരൻ ഏതോ ഒരു സഹോദരി നാട്ടിൽ വെച്ചോ മറുനാട്ടിൽ വെച്ചോ
ആ പ്രസംഗം കേട്ടു, ആ കാസറ്റ് കേട്ടു, ആ വാക്ക് കേട്ടു, ഞാൻ ദിവസം 1000 സ്വലാത്ത് ചൊല്ലാൻ തീരുമാനിച്ചു, ഞാൻ ദിവസം ഇപ്പൊ 500 ചൊല്ലുന്നു, ഞാനിപ്പോ 1000 ചൊല്ലുന്നു എന്ന് ഒരു സഹോദരനോ ഒരു സഹോദരിയോ, പരിചയമില്ലാത്ത ഒരു മുഖം അല്ലെങ്കിൽ പരിചയമില്ലാത്ത ഒരാളുടെ ഒരു കത്ത് വരുന്നതാണ്. ഇവന്റെ ജീവിതത്തിൽ അല്ലാഹു നൽകിയ സൗഭാഗ്യമേ സലാത്ത്, നമ്മുടെ ജീവിതത്തിന്റെ പുണ്യമേ സലാത്ത്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി, അല്ലാഹുവും അവന്റെ മലക്കുകളും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യത്തിൽ വിശ്വസിച്ചവരായ മുഅ്മിനുകളെ, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, നിങ്ങളും അവിടുത്തെ മേൽ സ്വലാത്ത് ചൊല്ലുക. അല്ലാഹു തആലയോട് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട്, അല്ലാഹു തആലയോട് കേണു പറയുന്നതിന് വേണ്ടി ഇതിന്റെ അവസരമാണ്. അല്ലാഹു തആല നമ്മളുടെ തേട്ടങ്ങളെ കബൂൽ ചെയ്യുമാറാകട്ടെ. അവനവന് അള്ളാഹുവിനോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ മനസ്സിൽ കരുതുക. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹു തആല നമുക്ക് ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഞങ്ങളെ ഇസ്സത്താക്കണേ അല്ലാഹ്, ദോഷങ്ങൾ പുറത്തു തരണേ അല്ലാഹ്, കാത്ത് രക്ഷിക്കണേ അല്ലാഹ്, ശിഫയാക്കണേ അല്ലാഹ്, കൂട്ടായിരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പ്രാർത്ഥനകൾ കൊണ്ട് മടുക്കാത്ത തമ്പുരാനെ, സൃഷ്ടിയുടെ വേദനകളെ ഏറ്റെടുക്കാനുള്ള സിംഹാസനത്തിന്റെ ഉടമസ്ഥനെ, ആരുടെ കെയർ ഓഫിലാണ്, ആരുടെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണ് ഈ ദുആ? നാളെ ഖിയാമത്തിൽ അല്ലാഹുവിന്റെ അർശിന്റെ വലതുഭാഗത്തൊരു കസേരയിടും. അല്ലാഹുവിന്റെ അർശിന്റെ വലതുഭാഗത്തൊരു ഇരിപ്പിടമുണ്ടാകും, ഒരു കുർസി. അതിൽ ഞാൻ ഉപവിഷ്ടനാകുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹീഹായ ഹദീസാണ്. ഖൽബുള്ളവൻ ഉരുകേണ്ടതാണ്. ആ മഹത്വത്തിന്റെ മുമ്പിൽ എല്ലാം അർപ്പിക്കേണ്ടതാണ്. ആ മഹത്വത്തിന്റെ മുമ്പിൽ എല്ലാം സമർപ്പിക്കേണ്ടതാണ്. നാളെ അല്ലാഹുവിന്റെ അർശിന്റെ വലതുഭാഗത്തൊരു ഇരിപ്പിടം നൽകപ്പെടും. ഞാൻ ആ ഇരിപ്പിടത്തിൽ ഉപവിഷ്ടനാകും. അർശിന്റെ വലതുഭാഗത്തൊരു കുർസി എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. നാളെ അല്ലാഹുവിന്റെ അർശിന്റെ അടുക്കലുള്ള ഉന്നതമായ ഇരിപ്പിടത്തിൽ ഉപവിഷ്ടനാകേണ്ട പുണ്യനബിയെക്കുറിച്ച് ജീവിതത്തിൽ ഓർക്കുമ്പോഴോ നഫസീൽ ഹേ നമഹൽ സറാ, കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നില്ല, ഒരു കോട്ടയും ഉണ്ടായിരുന്നില്ല, ഒരു രമ്യഹർമ്മത്തിലും പാർത്തിട്ടില്ല. നഫസീൽ ഹേ നമഹൽ സറാ തെരാ ഫർശ് ഹേ വഹി ബൂരിയ, അങ്ങയുടെ ഇരിപ്പിടം, അങ്ങയുടെ കിടപ്പറയിലെ പായ ആ പരുപരുത്ത ഈത്തപ്പന ഓല തന്നെയല്ലയോ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നഫസീൽ ഹേ നമഹൽ സറാ तेरा फर्श है वही बूरिया तेरी जिस्मे पाक पे एक कुबा, അങ്ങയുടെ ശരീരത്തിൽ ആ പരുപരുത്ത ഈത്തപ്പനയോലയുടെ പുണ്യദേഹത്തിൽ പാടുകൾ വീണില്ലയോ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹമെഹർ മേ തെരി റോഷനി, സൂര്യനിലും ചന്ദ്രനിലും തിളങ്ങുന്നത് അങ്ങയുടെ വെളിച്ചം. ബറബഹർ മേ തെരി റോഷനി, കരയിലും കടലിലും അങ്ങ് സൃഷ്ടിച്ച പ്രകാശം. ഹുയി തുജ് പെ ഖത്മ പയംബരി, അങ്ങയോടെ പ്രവാചകത്വവും അവസാനിച്ചു. നഹി തുജ് സ തേരെ സിവാ കോയി, അങ്ങയെ പോലെ മറ്റൊരാളുമില്ല. കർ കോനെ തേരി ബരാബരി, അങ്ങയെ പ്രശംസിക്കാനും പ്രകീർത്തിക്കാനും ആരെ കൊണ്ട് കഴിയും നബിയേ? യേ നഹീ കിസി കി മജാൽ ഹേ, സല്ലു അലൈഹി വആലിഹി, സല്ലു അലൈഹി വആലിഹി. നഫസീൽ ഹേ നമഹൽ സറാ തെരാ ഫർശ് ഹേ വഹി ബൂരിയ तेरी जिस्म पाक पे एक कुबा वही तार तार है जा बजा तेरी सादगी ही तेरी कमाल है सल्लू अलैहि वआलिहि. അങ്ങയുടെ ലാളിത്യമാണ് അങ്ങയുടെ പൂർണ്ണത നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങയുടെ ലാളിത്യമാണ് അങ്ങയുടെ പൂർണ്ണത മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം പല ദിവസങ്ങളിലും പുണ്യനബി വീട്ടിലെത്തുമായിരുന്നുവെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് വീട്ടിലെത്തിയിട്ട് ചോദിക്കുമ്പോ പല ദിവസവും വീട്ടിൽ 2 സാധനമേ ഉണ്ടായിരുന്നുള്ളൂ. 2 കറുപ്പ്, 1 കറുത്ത പച്ചവെള്ളം, 2 കറുത്ത ഈത്തപ്പഴം, മൂന്നാമതൊരു സാധനം ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നില്ല. ചിലപ്പോ ഈ 2 സാധനവും ഇല്ലാത്തപ്പോൾ അവിടുന്ന് പറയുമായിരുന്നു, ആയിഷ വിഷമിക്കണ്ട, ഞാൻ ഇന്ന് നോമ്പെടുത്തുകൊള്ളാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാറാബി പരിശുദ്ധ നബിയുടെ അടുക്കൽ വന്നുകൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന എന്തൊക്കെ പെരുമാറ്റങ്ങൾ അങ്ങയുടെ മുമ്പിൽ ഉണ്ടായി, എന്തൊക്കെ അങ്ങ് ക്ഷമിച്ചുപോയി. ശുഭവൃത്താന്തം എന്ന വാക്കിന്റെ ഒരു ഉടമസ്ഥൻ ഉണ്ടെങ്കിൽ അത് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാറാബി വന്നുകൊണ്ട് പറയുന്നു, അങ്ങ് വാക്ക് പാലിക്കില്ലേ എന്ന്. ആ ചോദ്യം അവിടുത്തെ വിഷമിപ്പിച്ചു. സംസ്കാരമില്ലാത്ത ഒരു മനുഷ്യന്റെ ചോദ്യമാണ്. കൂടെയുള്ള ആളുകൾക്കും അതിൽ വേദന തോന്നി. പക്ഷേ ക്ഷമയോടെ അവിടുന്ന് തിരിച്ചു പറഞ്ഞു, എന്റെ ശുഭവൃത്താന്തം സ്വീകരിച്ചാലും, എന്റെ നല്ല വാർത്ത സ്വീകരിച്ചാലും, എന്റെ സുവിശേഷം സ്വീകരിച്ചാലും. ഈ സഹോദരൻ വീണ്ടും പറഞ്ഞു, ശുഭവൃത്താന്തം കുറെ നൽകിയതല്ലേ, അപമര്യാദയോടെ പെരുമാറിയ മനുഷ്യന്റെ മുമ്പിൽ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുണ്ടായിരുന്ന സഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അദ്ദേഹത്തിന് എൻ്റെ ശുഭവൃത്താന്തം ആവശ്യമില്ല, നിങ്ങളെങ്കിലും എൻ്റെ ശുഭവൃത്താന്തം സ്വീകരിച്ചാലുമെന്ന്. ഉടൻ തന്നെ പുണ്യനബി അവിടെ ഉണ്ടായിരുന്ന വെള്ളം കൊണ്ട് തൻ്റെ മുഖം കഴുകി. തൻ്റെ മുഖം കഴുകിയ വെള്ളം കൊടുത്തുകൊണ്ട് അവരോട് പറയുന്നു, നിങ്ങളും ഈ വെള്ളം കൊണ്ട് മുഖം കഴുകിയാലും. നബിയുടെ ഒരു പത്നി ഈ സംഭവം ശ്രദ്ധിച്ചുകൊണ്ട് വീട്ടിനകത്തിരിപ്പാണ്. വാതിൽ പാളിയിലൂടെ അവിടുന്ന് പറഞ്ഞു, ആ പത്നി പറഞ്ഞു, നിങ്ങളുടെ മാതാവിന് വേണ്ടിയും അല്പം വെള്ളം കരുതി വെച്ചാലും. പുണ്യനബിയുടെ മുഖം കഴുകിയ വെള്ളം കൊണ്ട് അവരൊക്കെ വെള്ളം കഴുകിയെന്ന് സഹീഹ് ബുഖാരി മുസ്ലിം. ബുഖാരി എന്ന് പറഞ്ഞാൽ ഖുർആന് ശേഷം ഏറ്റവും വിശ്വസ്തമായ ഗ്രന്ഥം, ഏറ്റവും സത്യസന്ധമായ ഗ്രന്ഥം. ജീവിതത്തിനൊരു പാത ആവശ്യമാണ്, ജീവിതത്തിനൊരു ആലംബം ആവശ്യമാണ്, ആദർശപരമായി മുറുകെ പിടിക്കാൻ ഒരു നിഷ്ഠ ആവശ്യമാണ്, ഒരു സത്യസന്ധത ആവശ്യമാണ്. ഈ സത്യസന്ധതയും മൂല്യങ്ങളും അസ്തമിച്ചപ്പോൾ ലോകം വേതാള നഗരമായി, ലോകം പിശാച് പാർക്കുന്ന പട്ടണമായി. സൗഹാർദ്ദത്തെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമായി. സൗഹാർദ്ദം ഉള്ളിൽ വിരിയേണ്ട വികാരമാണ്. മനുഷ്യർക്കിടയിലെ സൗഹാർദ്ദം ഏറ്റവും ഉന്നതമായ ഒരവസ്ഥാവിശേഷമാണ്. അയൽവാസിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾ അയൽവാസിക്ക് സ്വത്തവകാശം വരെ നൽകേണ്ടി വരുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. ഇന്ന് എവിടെയാണ് വർഗീയത തിരനോട്ടം നടത്തിയത്? എവിടെ വെച്ചാണ് ആയുധപ്പുരകൾ നിർമ്മിതമായത്? ആരാണ് ബോംബ് നിർമ്മാണം പഠിപ്പിച്ചത്? ആരാണ് കുഞ്ഞുമക്കളുടെ ശിരസ്സെടുക്കാനുള്ള ഉദ്യോഗങ്ങളിൽ ഏർപ്പെട്ടത്? ആരാണ് അർദ്ധരാത്രികളിലെ കടൽ തീരങ്ങളെ കലാപകലുഷമാക്കിയത്? ആരാണ് മീൻപിടുത്തത്തിന്റെ സൗന്ദര്യ ഗേഹങ്ങളിൽ കലാപത്തിന്റെ വിത്ത് വിതച്ചത്? ആരാണ് പാവപ്പെട്ടവന്റെ അവകാശങ്ങളെ കവർന്നത്? ആരാണ് അമ്മ പെങ്ങന്മാരെ ഉമ്മ പെങ്ങന്മാരെ അകറ്റിയത്? ആരാണ് ഒരു കുടുംബത്തിലെ ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിപ്പിച്ചവരെ ശത്രുക്കളാക്കിയത്? അയൽപക്ക ബന്ധങ്ങൾ അസ്തമിച്ചു പോയതാണ്. അയൽവാസിയെ മാനിക്കണേ, അയൽവാസിയെ സ്നേഹിക്കണേ. അയൽവാസിയുടെ പ്രാധാന്യം ഏറെ പറഞ്ഞാൽ നിങ്ങൾ അയൽവാസിക്ക് സ്വത്തവകാശം വരെ നൽകേണ്ടി വരുമെന്ന് ദൈവദൂതർ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം